ഈ കഥ തുടങ്ങുമ്പോൾ ഒരു കുഞ്ഞു പെൺകുട്ടി അവളുടെ ഗ്രാമത്തിലൂടെ നടക്കുകയാണ്. അവൾ എന്തോ കണ്ട് ഭയന്ന് തിരിച്ചു ഓടാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ ആരോ അവളുടെ കഴുത്തിന് കുരുക്കിട്ട് മരത്തിൽ കെട്ടിത്തൂക്കി. അതിനു പിന്നാലെ ആ ഗ്രാമം മുഴുവൻ രക്തക്കളമായി. കുഞ്ഞുകുട്ടികളെ, വൃദ്ധരെ, ആൺപെൺ വ്യത്യാസമില്ലാതെ എല്ലാവരും കൊല്ലപ്പെട്ടു. അവിടെ നിന്നും സീൻ കട്ടായി ഡൽഹിയിൽ ആഭ്യന്തരമന്ത്രിയുടെ ഓഫീസിലേക്ക് CBI സ്പെഷ്യൽ ഡയറക്ടർ കടന്നുവരും. അദ്ദേഹത്തോട് മിനിസ്റ്റർ പറഞ്ഞു, എന്റെ ക്യാബിനറ്റിലെ കാർഷിക മന്ത്രിയായ ഈശ്വര പ്രസാദിനെതിരെ കുറച്ച് അലിഗേഷൻ ഉണ്ടാക്കി ജനങ്ങൾക്ക് അയാളോടുള്ള വിശ്വാസ്യത തകർക്കണം. അതിനായി 6 മാസത്തിനിടയിൽ അയാളുടെ തന്നെ സ്റ്റേറ്റിൽ നിന്നും മോഷണം പോയ അതിപുരാതനമായ ക്ഷേത്രങ്ങളിലെ 12ഓളം വിഗ്രഹ മോഷണ കേസുകൾ ഈശ്വരപ്രസാദിന്റെയും സിമ്പന്തികളുടെയും പേരിൽ ചാർജ് ചെയ്ത് അദ്ദേഹത്തെ അകത്താക്കണം. CBI ഡയറക്ടർ പറഞ്ഞു, ഈശ്വരപ്രസാദ് നല്ലൊരു രാഷ്ട്രീയക്കാരനാണ്, മാത്രമല്ല ജനങ്ങൾക്കും നാടിനും വേണ്ടി ഒത്തിരി നല്ല കാര്യങ്ങൾ ചെയ്യുന്നുമുണ്ട്. എനിക്കൊരിക്കലും ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ് CBI ഡയറക്ടർ അവിടെ നിന്നും ഇറങ്ങിപ്പോകും. മിനിസ്റ്റർ പറഞ്ഞു, താങ്കൾക്ക് പറ്റില്ല എങ്കിൽ വേണ്ട, നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിലെ ജോയിന്റ് ഡയറക്ടറായ വൈഷ്ണവി നടരാജനെ കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടത് ചെയ്യിച്ചോളാമെന്ന് പറഞ്ഞ് അദ്ദേഹം വൈഷ്ണവിയെ ഫോൺ ചെയ്യും. അതേസമയം മറ്റൊരു സ്ഥലത്ത് ഇതാണ് മിനിസ്റ്ററായ ഈശ്വരപ്രസാദ്. അദ്ദേഹം ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിരിക്കുകയാണ്. അവിടെ ഇരുന്ന റിപ്പോർട്ടർമാരിൽ പലരും വിഗ്രഹ മോഷണത്തെക്കുറിച്ചുള്ള പലതരത്തിലുള്ള ചോദ്യങ്ങൾ അദ്ദേഹത്തോട് ചോദിക്കും. കുറച്ചു നേരത്തെ മൗനത്തിന് ശേഷം ഈശ്വരപ്രസാദ് പറഞ്ഞു, ഈ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് ഈ സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാണ്. 15 ദിവസത്തിനുള്ളിൽ ഈ പോയ വിഗ്രഹങ്ങൾ കണ്ടെത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എങ്കിൽ ഞാൻ എന്റെ മന്ത്രിസ്ഥാനം രാജിവെക്കും. എന്റെ രാഷ്ട്രീയ ജീവിതം ഞാൻ വേണ്ടാന്ന് വെക്കും. ഇത് കേട്ട ഒരു റിപ്പോർട്ടർ വീണ്ടും ചോദിച്ചു, അതിനർത്ഥം താങ്കൾ താങ്കളുടെ കുടുംബത്തിൽ നിന്നും ആരെയോ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ പോകുന്നു എന്നല്ലേ? ഈശ്വരപ്രസാദ് പറഞ്ഞു, എന്റെ കുടുംബത്തിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ആരും വരില്ല. എന്നാൽ ഉറപ്പായും ജനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരാൾ വേണം. കൂട്ടത്തിൽ നിന്നും ഒരാളെ മുന്നിലേക്ക് വിളിച്ചു നിർത്തിയിട്ട് ഈശ്വരപ്രസാദ് തുടർന്നു, ഇതാണ് അജയ്. ഇവന് നല്ല വിദ്യാഭ്യാസവും എല്ലാവരെയും സഹായിക്കാനുള്ള മനസ്സുമുണ്ട്. മാത്രമല്ല ഇവനൊരു കൃഷിക്കാരന്റെ മകനാണ്. അതിനാൽ അജയാണ് എന്റെ പിൻഗാമി. അവിടുന്ന് സീൻ കട്ടായി ഹൈദരാബാദിൽ. ഇവരാണ് നേരത്തെ മിനിസ്റ്റർ പറഞ്ഞ CBI ഓഫീസർ വൈഷ്ണവി നടരാജൻ. ഇത് അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ് സമ്പത്ത്. വൈഷ്ണവി തന്റെ ടീമിലുള്ള എല്ലാവരോടുമായി പറഞ്ഞു, കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ സംസ്ഥാനത്ത് നിന്നും അതിപുരാതനമായ 12ഓളം വിഗ്രഹങ്ങൾ മോഷണം പോയിട്ടുണ്ട്. ഇത് മോഷ്ടിച്ചത് സാധാരണ വിഗ്രഹ മോഷ്ടാക്കളല്ല. എന്റെ കണ്ടെത്തൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഷണം നടന്ന സ്ഥലങ്ങൾക്കടുത്ത് മിനിസ്റ്റർ ഈശ്വരപ്രസാദിന്റെ മീറ്റിംഗോ രാഷ്ട്രീയ പരിപാടികളോ നടന്നിട്ടുണ്ട്. ACP സമ്പത്ത് പറഞ്ഞു, മിനിസ്റ്റർ ഉള്ളത് കാരണം ഉറപ്പായും അദ്ദേഹത്തിനൊപ്പം പോലീസും ഉണ്ടാകണം. ഒരുപക്ഷെ വിഗ്രഹ കടത്തുകാർ ആ അവസരം മുതലാക്കിയതായി കൂടെ. വൈഷ്ണവി പറഞ്ഞു, വിഗ്രഹ മോഷ്ടാക്കൾ ഈശ്വരപ്രസാദിനെ ഫോളോ ചെയ്തതാണോ അതോ ഈശ്വരപ്രസാദ് കള്ളന്മാർക്ക് വേണ്ടി മീറ്റിംഗുകൾ ആ സ്ഥലങ്ങളിൽ നടത്തിയതാണോ? ഇത് നമ്മൾ കണ്ടെത്തണം. ACP പറഞ്ഞു, ജനങ്ങൾക്ക് അദ്ദേഹത്തെ വലിയ വിശ്വാസമാണ്. ഡയറക്റ്റായി അദ്ദേഹത്തിന്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടാൽ ഒരുപക്ഷെ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. വൈഷ്ണവി പറഞ്ഞു, എന്തെങ്കിലും തെളിവ് കിട്ടുന്നതുവരെ നമ്മൾ ഈശ്വരപ്രസാദിനെ ഡയറക്റ്റായി ടാർഗറ്റ് ചെയ്യുന്നില്ല. പകരം അദ്ദേഹത്തിന് ഗവൺമെന്റിൽ നിന്നും 2 വട്ടം അലോ ചെയ്ത പേഴ്സണൽ സെക്രട്ടറി ചഞ്ചല IASനെ ചോദ്യം ചെയ്യണം. ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മിനിസ്റ്റർ ചെയ്ത എല്ലാ കാര്യവും അറിയാവുന്ന ഒരേ ഒരു വ്യക്തി ചഞ്ചലയാണ്. ഇത് കേട്ട ACP കുറച്ച് ഇറിറ്റേറ്റഡ് ആയിട്ടും ഇമോഷണൽ ആയിട്ടും പറഞ്ഞു, എന്റെ അനിയനെ കൊന്ന കേസിൽ ചഞ്ചല ഇപ്പോൾ റിമാൻഡിലാണ്. നമ്മൾ അവരെ ജയിലിൽ പോയി ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായും മിനിസ്റ്റർ ഈശ്വരപ്രസാദ് അതറിയും. അതുകൊണ്ട് വേറെ എന്തെങ്കിലും വഴി കണ്ടെത്തണം. അന്ന് വൈകിട്ട് ജയിലിൽ ഇവളാണ് ഈ കഥയിലെ നായികയും ഈശ്വരപ്രസാദിന്റെ പേഴ്സണൽ സെക്രട്ടറിയുമായിരുന്ന ചഞ്ചല IAS. ജയിൽ വാർഡൻ ചഞ്ചല കിടന്ന സെല്ലിലേക്ക് മറ്റൊരു പെൺകുട്ടിയുമായി എത്തി. ചഞ്ചലയെ പുറത്തേക്ക് ഇറക്കിയ ശേഷം ആ പെൺകുട്ടിയെ സെല്ലിലേക്ക് കയറ്റി ലോക്ക് ചെയ്യും. പുറത്ത് ACP സമ്പത്തും സിമ്പന്തികളും കാത്തു നിൽപ്പുണ്ട്. സമ്പത്തിനോട് മഫ്തിയിലുണ്ടായിരുന്ന ഒരു പോലീസുകാരൻ വന്ന് ചോദിച്ചു, നമ്മൾ ചഞ്ചല മേഡത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? സമ്പത്ത് പറഞ്ഞു, കാടിനുള്ളിലെ ഭാഗുമതി ബംഗ്ലാവിലേക്ക്. പെട്ടെന്ന് അവിടുത്തെ ലൈറ്റ് പൊട്ടിത്തെറിച്ചിട്ട് തടവ് പുള്ളികൾ നിലവിളിക്കാൻ തുടങ്ങി. ഇത് കണ്ട SI കോൺസ്റ്റബിൾ ലിംഗമൂർത്തിയോട് ചോദിച്ചു, എവിടെയാണ് ഈ ഭാഗുമതി ബംഗ്ലാവ്? ലിംഗമൂർത്തി ചെറിയൊരു വിറയലോടും ഭയത്തോടും കൂടി പറഞ്ഞു, അതൊരു പ്രേതാലയമാണ് മാഡം. എന്റെ നാട്ടിൽ നിന്നും 80 കിലോമീറ്റർ ഉണ്ട്. പലരും പറഞ്ഞു തന്ന കഥകൾ മാത്രമേ എനിക്ക് അറിയാവൂ. എന്നിരുന്നാലും അവിടേക്ക് പോകാൻ എല്ലാവരും ഭയക്കും. വർഷങ്ങൾക്ക് മുന്നേ ആ കോട്ട ഭരിച്ചിരുന്ന റാണിയാണ് ഭാഗുമതി. അവർക്കെതിരെ പ്രവർത്തിക്കുന്നവരെ അവർ കോട്ടയിൽ അടച്ചുവെച്ച് ഓരോ അമാവാസി നാളിലും ബലി നൽകും. അവസാനം അവരുടെ ശത്രുക്കൾ എല്ലാവരും ചേർന്ന് അവരെ കൊലപ്പെടുത്തി. അവരുടെ പ്രേതം ഇപ്പോഴും ആ ബംഗ്ലാവിലുണ്ട്. അപ്പോഴേക്കും ജയിൽ വാർഡൻ ചഞ്ചലയെ
കൂട്ടിക്കൊണ്ടുവന്ന് കാറിലിരുത്തും. ഇത് കണ്ട ലിംഗമൂർത്തി ഓടി ചഞ്ചലയുടെ അടുത്തേക്ക് ചെന്ന് അവരെ സല്യൂട്ട് ചെയ്യും. ലിംഗമൂർത്തിക്ക് ചഞ്ചലയെ ഇതിനു മുന്നേയും അറിയാം. എങ്ങനെയാണെന്ന് വെച്ചാൽ ലിംഗമൂർത്തിയുടെ അച്ഛൻ സർവീസിലിരുന്ന് മരണപ്പെട്ട ആളാണ്. എന്നാൽ അവന് ആ ജോലി കിട്ടാതെ പെൻഡിങ്ങിൽ ഇരിക്കുകയായിരുന്നു. ചഞ്ചല ഇടപെട്ടാണ് ആ ജോലി വാങ്ങിക്കൊടുത്തത്. എന്നാൽ യൂണിഫോം കിട്ടുന്നതിന് മുന്നേ തന്നെ ചഞ്ചല റിമാൻഡിലായി. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ സമ്പത്തും സിമ്പന്തികളും ചഞ്ചലയും കൊണ്ട് അവിടുന്ന് പുറപ്പെടും. അടുത്ത ദിവസം രാവിലെ അവർ ഭാഗമതി ബംഗ്ലാവിലെത്തി. നിലവിൽ അവിടെ ഒരു വാച്ച്മാൻ മാത്രമാണുള്ളത്. ചഞ്ചല ACPയോട് ചോദിച്ചു, എന്നെ എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? നിങ്ങളെ കാണാൻ കുറച്ച് CBI ഓഫീസർമാർ വരുന്നുണ്ട്. അവർക്ക് എന്തൊക്കെയോ നിങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. നിങ്ങൾ തൃപ്തികരമായ മറുപടിയാണ് കൊടുക്കുന്നത് എങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോകാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ACP ചഞ്ചലയുടെ കയ്യിലെ വിലങ്ങഴിച്ചു കൊടുക്കും. ACP സമ്പത്ത് വാച്ച്മാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇനി ഈ മേഡം കുറച്ച് ദിവസത്തേന് ഇവിടെ ഉണ്ടാകും. അവർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളുമെല്ലാം താനും കുടുംബവും വേണം നോക്കേണ്ടത്. ചഞ്ചല കാറിൽ നിന്നും ഇറങ്ങി ബംഗ്ലാവിലേക്ക് കയറാൻ ഒരുങ്ങിയപ്പോൾ ലിംഗമൂർത്തിയും ലേഡി SIയും വന്നിട്ട് ബംഗ്ലാവിൽ പ്രേതശല്യം ഉള്ള കാര്യം ചഞ്ചലയോട് പറയും. എന്നാൽ തനിക്ക് പ്രേതത്തിൽ വിശ്വാസമില്ല എന്ന് പറഞ്ഞ് അവൾ മുന്നിലേക്ക് നടക്കുമ്പോൾ പടിയിൽ തട്ടി കാല് മുറിഞ്ഞ് രക്തം വരും. ആ രക്തത്തോടു കൂടി അവൾ ഭാഗമതി ബംഗ്ലാവിലേക്ക് കയറും. ബംഗ്ലാവ് മുഴുവൻ പൊടി പിടിച്ച് നാശമായി കിടക്കുന്നു. എന്നാൽ ചഞ്ചല ഉള്ളിലേക്ക് കയറുന്നത് മുകളിൽ നിന്ന് ആരോ നിരീക്ഷിക്കുന്നുണ്ട്. ചഞ്ചല പടി കയറി മുകളിലേക്ക് പോകുമ്പോൾ സൈഡിൽ തൂക്കിയിരുന്ന ചിത്രങ്ങൾ വ്യക്തമായി നിരീക്ഷിക്കുകയും അതിൽ എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ വായിച്ച് മനസ്സിലാക്കുന്നുമുണ്ട്. മുകളിലെത്തി ഒരു റൂമിൽ കയറി അവിടമാകെ ചുറ്റി നടന്ന് കാണുന്ന സമയത്ത് ഒരു അലമാര തനിയെ തുറന്ന് അതിൽ നിന്നും ഭാഗമതിയുടെ ആത്മകഥ താഴേക്ക് വീഴും. അവൾ അത് വലിയ കാര്യമാക്കാതെ ആ പുസ്തകം തിരിച്ചെടുത്ത് അവിടെ വെച്ച ശേഷം അവിടെ നിന്ന് പോകും. കാവൽക്കാരൻ വാച്ച്മാന്റെ ഭാര്യ കാഞ്ചന ചഞ്ചലയ്ക്കുള്ള ഡ്രസ്സുമായി അങ്ങോട്ടേക്ക് വരും. കാഞ്ചന ഡ്രസ്സടങ്ങിയ ബാഗ് ചഞ്ചലയ്ക്ക് കൊടുത്ത ശേഷം പറഞ്ഞു, എത്രയും പെട്ടെന്ന് കുളിച്ച് റെഡിയായിക്കോളൂ, നിങ്ങളെ കാണാൻ ഓഫീസർമാർ വരുന്നുണ്ട്. ചഞ്ചല കുളിക്കാനായി ബാത്റൂമിലേക്ക് കയറി കണ്ണാടിയിലേക്ക് നോക്കി നിന്ന് പഴയ കാര്യങ്ങൾ ആലോചിക്കും. ചഞ്ചല മിനിസ്റ്റർ ഈശ്വരപ്രസാദിന് വേണ്ടി വർക്ക് ചെയ്തിരുന്ന സമയത്ത് ഓഫീസിന് നേരെ സമരക്കാർ കല്ലെറിഞ്ഞു. എന്നാൽ സമരനായകൻ കല്ലെറിഞ്ഞവരെ പിടിച്ചിട്ട് പറഞ്ഞു, നമ്മൾ സമാധാനപരമായാണ് സമരം ചെയ്യുന്നത്, അക്രമം നമ്മുടെ വഴിയല്ല. ഇവനാണ് ഈ കഥയിലെ നായകൻ ശക്തി. കല്ലെറിഞ്ഞവനെ ശക്തി ശകാരിക്കുന്നത് കണ്ടാണ് ചഞ്ചല ഓഫീസിന് പുറത്തേക്ക് വന്നത്. ചഞ്ചല ശക്തിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്ന് സമരം ചെയ്യുന്നത്? ശക്തി പറഞ്ഞു, അണക്കെട്ട് വരുന്നു എന്ന് പറഞ്ഞു 135 ഗ്രാമങ്ങളിലെ ജനങ്ങൾ അവരുടെ സ്ഥലം വികസനത്തിന്റെ പേരിൽ ഗവൺമെന്റിന് വിട്ടുകൊടുത്തു. എന്നാൽ അതിനുള്ള നഷ്ടപരിഹാരം ഗവൺമെന്റ് അവർക്ക് കൊടുത്തിട്ടില്ല. ജനങ്ങൾക്ക് കിട്ടേണ്ട നഷ്ടപരിഹാരം ഉടൻ തന്നെ കിട്ടുമെന്ന് ചഞ്ചല ഉറപ്പുകൊടുത്ത് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോൾ സമരം പൊളിക്കാൻ വന്ന ആൾക്കാർ പോലീസിനും ഉദ്യോഗസ്ഥർക്കും നേരെ കല്ലും പെട്രോൾ ബോംബും എറിയും. ഉടൻ തന്നെ പോലീസ് ലാത്തി വീശും. പോലീസുകാർ ചഞ്ചലയെ കാറിൽ കയറ്റി രക്ഷപ്പെടുത്താൻ നോക്കുമെങ്കിലും കാറിലേക്ക് പെട്രോൾ ബോംബ് എറിയും. കാർ നിന്ന് കത്തും. കാറിനുള്ളിൽ കുടുങ്ങിയ ചഞ്ചലയെ രക്ഷിക്കാൻ ശക്തിയെത്തും. ഡോറിന്റെ ചില്ല് പൊട്ടിച്ച് ചഞ്ചലയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ സമരം പൊളിക്കാൻ വന്ന സിമ്പന്തികൾ ചഞ്ചലയെ അടിക്കാൻ ശ്രമിച്ചപ്പോൾ ആ അടി ശക്തിയുടെ തലയ്ക്ക് കൊള്ളും. ഇതെല്ലാം കണ്ട് ചഞ്ചലയുടെ ബോധം പോകും. അവൾക്ക് ബോധം വരുമ്പോൾ ശക്തിയെ വിലങ്ങ് വെച്ച് പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നതാണ് കണ്ടത്. ചഞ്ചല തന്നെ ശക്തിയെ ജാമ്യത്തിലെടുക്കും. അവനെ വീട്ടിൽ കൊണ്ടുവിടുമ്പോഴാണ് അവൾക്ക് മനസ്സിലായത് ശക്തിയുടെ ചേട്ടൻ അസിസ്റ്റന്റ് കമ്മീഷണറായ സമ്പത്താണ്. ഗവൺമെന്റ് ഓഫീസേഴ്സ് ആയതിനാൽ അവർക്ക് തമ്മിൽ അറിയാമായിരുന്നു. സമ്പത്തിനോട് ചഞ്ചല നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. സമ്പത്ത് പറഞ്ഞു, പുറത്തുപോയി പഠിച്ചവനാണ്, അവിടെ തന്നെ ജോലിയും കിട്ടിയതാണ്. എന്നാൽ അതെല്ലാം വേണ്ടാന്ന് വെച്ച് സ്വന്തം നാട് എന്ന് പറഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ആദ്യമൊക്കെ എനിക്ക് വലിയ വിഷമമായിരുന്നു. എന്നാൽ ചുറ്റുപാടുമുള്ള ഗ്രാമങ്ങൾ അവരുടെ ജീവിത രീതികളും മാറുന്നത് കണ്ടപ്പോൾ എനിക്ക് അഭിമാനം തോന്നി തുടങ്ങി. അതിനാൽ അവനെ അവന്റെ വഴിക്ക് വിട്ടു. അവിടെ നിന്നും ഇറങ്ങിയ ചഞ്ചലയോട് മറ്റ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, ശക്തിയെ നമ്മുടെ കൂടെ നിർത്തുകയാണെങ്കിൽ ഈ അണക്കെട്ട് പ്രോജക്റ്റ് വളരെ പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ശക്തി പറയുന്ന വാക്കുകൾ ഗ്രാമവാസികൾക്ക് വളരെ വിശ്വാസമാണ്. അടുത്ത ദിവസം തന്നെ ചഞ്ചല ശക്തിയെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി ഗവൺമെന്റ് ഗ്രാമവാസികൾക്ക് കൊടുക്കുന്ന നഷ്ടപരിഹാര തുക കയ്യിൽ കിട്ടിയതിന് ശേഷം ഗ്രാമത്തിൽ നിന്നും ഒഴിഞ്ഞു പോയാൽ മതി. ശക്തി അതിനും സമ്മതം മൂളും. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിലെ ഒരുമിച്ചുള്ള യാത്രകളിൽ ചഞ്ചലയും ശക്തിയും പ്രണയത്തിലാകും. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവരുടെ എൻഗേജ്മെന്റും കഴിയും. അവിടെ നിന്നും സീൻ കട്ടായി പ്രസന്റിൽ ചഞ്ചല ശക്തി അണിയിച്ച മോതിരം ഊരി ടേബിളിന്റെ മുകളിലേക്ക് വെക്കും. എന്നാൽ പെട്ടെന്ന് തന്നെ ആ മോതിരം താഴേക്ക് വീണ് അടച്ചിട്ടിരുന്ന ഒരു റൂമിലേക്ക്
ഉരുണ്ടുപോകും. അവൾക്ക് മോതിരം കിടക്കുന്നത് കാണാം. അതെടുക്കാനായിട്ട് കൈ ഉള്ളിലേക്ക് ഇടുന്നുണ്ടെങ്കിലും നടക്കുന്നില്ല. തൊട്ടടുത്ത് കണ്ട ഒരു കമ്പി ഉപയോഗിച്ച് അത് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ അവളുടെ തലയ്ക്ക് പിന്നിലായി 2 കാലുകൾ. അവൾ അത് കണ്ടിട്ടില്ല. പെട്ടെന്ന് പുറത്ത് വണ്ടിയുടെ ഹോൺ മുഴങ്ങും. അവൾ തിരിഞ്ഞു നോക്കുന്നതിന് മുൻപ് തന്നെ ആ കാലുകൾ അവിടെ നിന്നും അപ്രത്യക്ഷമാകും. ചഞ്ചല ഒരു റൂമിനുള്ളിലേക്ക് കയറി പുറത്തേക്ക് നോക്കും. അവൾക്ക് മനസ്സിലായി തന്നെ ചോദ്യം ചെയ്യാൻ വന്ന CBI ഓഫീസേഴ്സ് ആണ് കാറിൽ വന്നത് എന്ന്. കാറിന് പുറത്തേക്ക് ഇറങ്ങിയ വൈഷ്ണവി നടരാജനോട് സമ്പത്ത് പറഞ്ഞു, കൊടുങ്കാട്ടിനുള്ളിലെ ഈ കോട്ട പണ്ടത്തെ നിസാം ചക്രവർത്തിയുടെ സംരക്ഷകരും അദ്ദേഹത്തെ കാണാൻ വന്നിരുന്ന ബ്രിട്ടീഷുകാരുമാണ് ഉപയോഗിച്ചിരുന്നത്. സ്വാതന്ത്ര്യം കിട്ടിയതിനു ശേഷം ഈ ബംഗ്ലാവ് എന്ത് ചെയ്യണമെന്നറിയാതെ സർക്കാർ പോലീസിനെ ഏൽപ്പിച്ചു. പോലീസിൽ തന്നെ പലർക്കും ഇങ്ങനെ ഒരു കോട്ട ഉള്ള കാര്യം അറിയില്ല. ഇവിടെ പ്രേതശല്യം ഉണ്ട് എന്ന് പറഞ്ഞ് നാട്ടുകാരോ മറ്റ് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരോ ആരും ഇങ്ങോട്ടേക്ക് വരില്ല. ഞാൻ ഈ കോട്ട ചൂസ് ചെയ്യാൻ കാരണം മേഡം പറഞ്ഞതുപോലെ നമ്മൾ ചഞ്ചലയെ ചോദ്യം ചെയ്യുന്നത് ഡിപ്പാർട്ട്മെന്റിന് അകത്തോ പുറത്തോ ആരും അറിയില്ല. സമ്പത്ത് തുടർന്നു. ചഞ്ചലയെ നിരീക്ഷിക്കാനായിട്ട് അവരുടെ ബെഡ്റൂമും ബാത്റൂമും ഒഴികെ മറ്റുള്ള എല്ലാ സ്ഥലത്തും ക്യാമറ വെച്ചിട്ടുണ്ട്. അത് നിരീക്ഷിക്കാൻ വേണ്ടിയുള്ള ടെന്റ് കോട്ടയ്ക്ക് പുറത്ത് ഇവിടെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇരുന്ന് ചഞ്ചലയുടെ എല്ലാ ചലനങ്ങളും നമുക്ക് കാണാൻ പറ്റും. വൈഷ്ണവി ACPയോട് പറഞ്ഞു, നിങ്ങൾ ഉള്ളിലേക്ക് വരണ്ട. ഒരുപക്ഷെ നിങ്ങളെ കണ്ടാൽ പഴയ കാര്യങ്ങൾ ഓർമ്മ വന്ന് അവർ ഡിസ്റ്റർബ് ആവുകയും സത്യം പറയാൻ മടിക്കുകയും ചെയ്യും. വൈഷ്ണവി കോട്ടയ്ക്കുള്ളിലേക്ക് കയറിയപ്പോൾ തന്നെ CBI സിമ്പന്തികൾ ഡോർ ലോക്ക് ചെയ്യും. കോട്ടയ്ക്കുള്ളിൽ തന്നെ അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഇൻട്രോഗേഷൻ റൂമിലേക്ക് ചഞ്ചലയെ കൊണ്ടുവരും. CBI ഓഫീസർ ചഞ്ചലയോട് പറഞ്ഞു, ഉടൻ തന്നെ മിനിസ്റ്റർ ഈശ്വരപ്രസാദ് അഴിമതി ആരോപണത്തിന്റെ പേരിൽ അറസ്റ്റിലാകും. അതിനാൽ അദ്ദേഹത്തിന്റെ PA ആയി വർക്ക് ചെയ്തിരുന്ന നിങ്ങളിൽ നിന്നും കുറച്ച് വിവരങ്ങൾ അറിയാനുണ്ട്. ചഞ്ചല ചോദിച്ചു, എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈശ്വരപ്രസാദ് തെറ്റുകാരനാണെന്ന് നിങ്ങൾ പറയുന്നത്? എന്തു തന്നെ ആയാലും നിങ്ങളുടെ കണ്ടെത്തലുകൾ തെറ്റാകാനേ സാധ്യതയുള്ളൂ. കാരണം എന്റെ ഫസ്റ്റ് അപ്പോയിന്റ്മെന്റ് മിനിസ്റ്റർ ഈശ്വരപ്രസാദിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിട്ടായിരുന്നു. ജനങ്ങളോട് അദ്ദേഹത്തിന് വലിയ ബഹുമാനമാണ്. അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരുന്നു. സ്വന്തം സഹോദരൻ അഴിമതി കാണിച്ചപ്പോൾ അയാളെ വീട്ടിൽ നിന്നും തല്ലി പുറത്താക്കി. മിനിസ്റ്റർ നീറ്റായതുകൊണ്ടാണ് 3 തവണ ജനങ്ങൾ അദ്ദേഹത്തെ ജയിപ്പിച്ച് മന്ത്രിയാക്കിയത്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം വൈഷ്ണവി ചോദിച്ചു, മിനിസ്റ്റർ വെക്കേഷൻ എവിടേക്കാണ് പോകാറുള്ളത്? ചഞ്ചല പറഞ്ഞു, നാട്ടിലെ സകല പുരാതന ക്ഷേത്രങ്ങളിലും പോകും. അല്ല എങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫാം ഹൌസിലും. അന്നത്തെ ചോദ്യം ചെയ്യലുകൾ മതിയാക്കി വൈഷ്ണവി പുറത്തെത്തും. കൂടെയുണ്ടായിരുന്ന മറ്റ് CBI ഓഫീസേഴ്സിനോട് പറഞ്ഞു, മിനിസ്റ്റർ ഈശ്വരപ്രസാദ് ഇതുവരെയും പോയിട്ടുള്ള സകല പുരാതന ക്ഷേത്രങ്ങളുടെയും ഡീറ്റെയിൽസ് എടുക്കണം. അതിൽ ഏതൊക്കെ ക്ഷേത്രങ്ങളിലെ വിഗ്രഹങ്ങളാണ് മോഷണം പോയതെന്നും കണ്ടെത്തണം. ഇത്രയും പറഞ്ഞ് വൈഷ്ണവി കാറിൽ കയറി പോകാൻ ഒരുങ്ങുമ്പോൾ അവിടത്തെ വാച്ച്മാൻ എന്തോ ഒരു പൂജ ചെയ്യുന്നത് വൈഷ്ണവി ശ്രദ്ധിക്കും. ഇത് എന്തിനു വേണ്ടിയുള്ള പൂജയാണെന്ന് അയാളോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്, ഇന്ന് അമാവാസി ആയതിനാൽ ഈ കോട്ടയുടെ റാണിയായിരുന്ന ഭാഗമതി ആരെയും ഉപദ്രവിക്കാതിരിക്കാനുള്ള പൂജയാണെന്നാണ്. എന്നാൽ അതിനൊരു ചെറു പുഞ്ചിരി മാത്രം കൊടുത്തിട്ട് വൈഷ്ണവി കാറിൽ കയറിപ്പോവും. ACP സമ്പത്ത് ലേഡി പോലീസുകാരിയെ വിളിച്ചിട്ട് ഇന്ന് രാത്രി ചഞ്ചലയ്ക്ക് കാവൽ നിൽക്കണമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ അവർ തലകറങ്ങി വീഴും. മറ്റ് 2 പോലീസുകാരോട് കാവൽ നിൽക്കാൻ പറഞ്ഞിട്ട് ACP ആ പോലീസുകാരിയും കൊണ്ട് പോകും. യഥാർത്ഥത്തിൽ കാവൽ നിൽക്കാൻ ഭയന്ന് അവർ തലകറങ്ങി വീഴുന്നതായി അഭിനയിച്ചതായിരുന്നു. അന്നേ ദിവസം രാത്രി ഇടിയും മിന്നലുമായി നല്ല മഴ, കറണ്ടുമില്ല. ചഞ്ചല കോട്ടയുടെ ജനലിന് അടുത്ത് വന്നു നിന്ന് ലിംഗമൂർത്തിയെ വിളിച്ചിട്ട് കറണ്ട് ഇല്ലാത്ത കാര്യം പറയും. നല്ല മഴയും കാറ്റുമായതിനാൽ പോസ്റ്റ് ഒടിഞ്ഞ് വീണത് കൊണ്ടാണ് കറണ്ട് ഇല്ലാത്തതെന്നും ഡീസൽ തീർന്നത് കാരണം ജനറേറ്ററും ക്യാമറ റൂമിലെ ബാറ്ററിയും ഓഫായി എന്നുള്ള കാര്യം ചഞ്ചലയെ അറിയിക്കും. ചഞ്ചല കയ്യിലുള്ള എമർജൻസി ലൈറ്റുമായി ആ കൊട്ടാരം മുഴുവൻ ചുറ്റി നടന്ന് കാണും. അവൾ തിരിച്ച് റൂമിൽ പോകുന്ന വഴിക്ക് രാവിലെ കണ്ട ഭാഗമതിയുടെ ആത്മകഥ എടുത്തുകൊണ്ടു പോകും. റൂമിലിരുന്ന് ആ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ കയ്യിൽ നിന്നും രാവിലെ മിസ്സായ ശക്തി അണിയിച്ച മോതിരത്തിന്റെ കാര്യം ഓർമ്മ വരും. പെട്ടെന്ന് എമർജൻസി ലൈറ്റ് ഓഫ് ആവും. ചഞ്ചല ഒരു റാന്തൽ വിളക്കുമായി മോതിരം ഉരുണ്ടുപോയ റൂമിന്റെ വാതിലിന് മുന്നിലെത്തി. അവിടെ ഇരുന്ന കമ്പി ഉപയോഗിച്ച് മോതിരമെടുക്കാൻ ശ്രമിക്കുമെങ്കിലും നടക്കില്ല. പെട്ടെന്നാണ് ഇടത്തെ കട്ടളപ്പടിയുടെ താഴ്ഭാഗത്തായി ഒരു കൈപ്പത്തിയുടെ ആകൃതിയിലുള്ള ഒരു ലോഹം ഉയർന്നിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. അവൾ അത് പ്രസ് ചെയ്തപ്പോൾ ഡോർ ഓപ്പണായി. അവൾ അകത്ത് കയറി മോതിരമെടുക്കും. ആ സമയത്ത് തൊട്ടടുത്തായി ആരോ നടക്കുന്നതിന്റെ ശബ്ദം കേൾക്കും. അവൾ ശബ്ദം കേട്ട ദിക്കിലേക്ക് നടന്ന് മറ്റൊരു റൂമിൽ കയറി. അവിടെ ചുറ്റും നോക്കിയപ്പോൾ താഴെ ചിത്രപ്പണികളോട് കൂടി ആരും ശ്രദ്ധിക്കാതെ ഒരു കുഞ്ഞു
വാതിൽ. ആ വാതിൽ തുറന്നപ്പോൾ താഴേക്ക് ഒരു കോണിപ്പടി. അവൾ ആ പടിയിറങ്ങി താഴെ എത്തിയത് കോട്ടയ്ക്ക് പുറത്താണ്. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കാതെ തിരിച്ച് കോട്ടയ്ക്കുള്ളിലേക്ക് തന്നെ പോകും. അതേസമയം പുറത്ത് കാവൽ നിന്നിരുന്ന പോലീസുകാരനായ സുബ്ബു പുറത്തേക്ക് നോക്കിയപ്പോൾ കോട്ടയുടെ ഒരു ഭാഗത്ത് ഒരു രൂപം. ആ രൂപം കണ്ട് അവൻ നല്ലോണം പേടിക്കും. ലിംഗമൂർത്തിയെ വിളിച്ച് കാണിക്കുന്നതിന് മുന്നേ തന്നെ ആ രൂപം അവിടെ നിന്നും അപ്രത്യക്ഷമാകും. അല്പസമയത്തിനുള്ളിൽ തന്നെ കോട്ടയ്ക്കകത്ത് നിന്നും ചഞ്ചലയുടെ നിലവിളി കേൾക്കും. അവളെ ആരോ ഓടിക്കുകയാണ്. ചഞ്ചല ഭയന്ന് ഓടി കോട്ടയുടെ മുന്നിലെ വാതിലിന്റെ അവിടെ എത്തും. എന്നാൽ അവിടെ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. വാതിൽ ലോക്കാണ്. ചഞ്ചലയുടെ നിലവിളി കേട്ട് 2 പോലീസുകാരും ഓടി കോട്ടയ്ക്ക് മുന്നിലെത്തും. എന്തു പറ്റിയെന്ന് ചോദിക്കുമ്പോൾ ചഞ്ചല ഭയന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ എമർജൻസി ലൈറ്റ് ഓഫ് ആയതിനാൽ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഭാഗമതി എന്ന പുസ്തകം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ 3 മെഴുകുതിരിയും ഒരുമിച്ചണഞ്ഞു. ആ മെഴുകുതിരികൾ കത്തിക്കാനായി തീപ്പെട്ടി എടുക്കാനായി എഴുന്നേറ്റപ്പോൾ അണഞ്ഞ മെഴുകുതിരികൾ 3 തനിയെ കത്തി. വീണ്ടും അതേമാതിരി തന്നെ സംഭവിച്ചു. എന്നാൽ തിരിയിൽ നിന്നും ഉയർന്ന പുകയിൽ ഒരു രൂപം മുന്നിലേക്ക് വന്ന് എന്നെ ഭയപ്പെടുത്തി. സുബ്ബു ലിംഗമൂർത്തിയോട് കോട്ടയുടെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെടും. ലിംഗമൂർത്തി പറഞ്ഞു, ഒരു കാരണവശാലും വാതിൽ തുറക്കരുതെന്നാണ് SP പറഞ്ഞിട്ട് പോയത്. അങ്ങനെ ഉണ്ടായാൽ നമ്മളെ ജോലിയിൽ നിന്നും പിരിച്ചുവിടും. ഇത് കേട്ട സുബ്ബു പറഞ്ഞു, ഞാൻ കുറച്ചു മുന്നേ പുറത്ത് കണ്ട ഒരു രൂപത്തെ തന്നെ ആവണം ചഞ്ചല മേഡം അകത്തും കണ്ടിട്ടുണ്ടാവുക. ഇത് കേട്ട ലിംഗമൂർത്തി ഉടനെ SP സമ്പത്തിന് ഫോൺ ചെയ്യും. നടന്ന കാര്യങ്ങൾ അയാളോട് പറയും. കോട്ടയിൽ നിന്നും രക്ഷപ്പെടാനുള്ള തന്ത്രങ്ങളാണ് ചഞ്ചല കാണിക്കുന്നത്. അതിനാൽ വാതിൽ തുറക്കണ്ടെന്ന് സമ്പത്ത് പറഞ്ഞു. മാത്രമല്ല പോലീസുകാരോട് തിരിച്ച് അവരുടെ റൂമിലേക്ക് പോകാനും. ACPയുടെ ഓർഡർ ആയതിനാൽ 2 പോലീസുകാരും ഓർഡർ ധിക്കരിക്കാൻ നിൽക്കാതെ തിരിച്ച് റൂമിലേക്ക് പോകും. അടുത്ത ദിവസം ACP സമ്പത്ത് തന്റെ അനിയൻ ശക്തിയുടെ കേസിന്റെ കാര്യത്തിനായി വക്കീലിനെ പോയി കാണും. വക്കീല് പറഞ്ഞു, പോലീസിന്റെ കണ്ടെത്തൽ എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അനിയൻ ശക്തി ഫ്ലവർ ബോട്ടിലെടുത്ത് ചഞ്ചലയെ ആക്രമിക്കാൻ ശ്രമിച്ചപ്പോഴാണ് അവർ ആത്മരക്ഷയ്ക്ക് വേണ്ടി വെടിവെച്ചത്. ശക്തിയുടെ ഫിംഗർ പ്രിന്റ് ഫ്ലവർ ബോട്ടിലിൽ അറ്റാക്കിംഗ് പൊസിഷനിൽ ഉണ്ട്. മിക്കവാറും കേസ് തള്ളിപ്പോകും. ഇത് കേട്ട ACP സമ്പത്ത് പറഞ്ഞു, ശക്തി കൊല്ലപ്പെടുന്നതിന് മുന്നേ എത്രയും പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. ഞാൻ അവിടെ എത്തുന്നതിന് മുന്നെയാണ് ശക്തിയെ ചഞ്ചല വെടിവെച്ച് കൊന്നത്. ഇനി കോടതി അവരെ വെറുതെ വിട്ടാലും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ACP സമ്പത്ത് അവിടെ നിന്ന് പോകും. ഭാഗമതി കോട്ടയിൽ CBI ഓഫീസർ വൈഷ്ണവി ചഞ്ചലെ ചോദ്യം ചെയ്യാനെത്തും. ദേഹത്തെ മുറിവ് കണ്ട് എന്ത് പറ്റിയതാണെന്ന് ചോദിക്കുമ്പോൾ വഴിക്ക് വീണതാണെന്ന് മാത്രമേ ചഞ്ചല പറയുകയുള്ളൂ. കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കാര്യങ്ങളൊന്നും അവൾ പറയില്ല. വൈഷ്ണവി ചോദിച്ചു, കഴിഞ്ഞ 6 മാസമായി പലയിടങ്ങളിൽ നിന്നും പുരാതനമായ വിഗ്രഹങ്ങൾ കൊള്ളയടിക്കപ്പെടുകയാണ്. മിനിസ്റ്റർ ഈശ്വരപ്രസാദ് പ്രാർത്ഥിക്കാൻ പോകുന്ന ക്ഷേത്രങ്ങളിലെ പുരാതന വിഗ്രഹങ്ങളാണ് കൊള്ളയടിക്കപ്പെടുന്നത്. മിനിസ്റ്റർക്ക് ഇതുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ? ചഞ്ചല പറഞ്ഞു, കഴിഞ്ഞ 29 വർഷങ്ങളായി ഇല്ലാത്ത പണക്കൊതി പെട്ടെന്ന് എങ്ങനെയാണ് അയാൾക്കുണ്ടാകുന്നത്? ഇനി അദ്ദേഹത്തിന് പണക്കൊതി വന്നാൽ തന്നെയും എന്തെങ്കിലും കുറച്ച് പ്രൊജക്ടുകൾ കൊണ്ടുവന്നാൽ മാത്രം മതി. അതിന്റെ പേരിൽ കമ്മീഷൻ കിട്ടും. പിന്നെ എന്തിനു വേണ്ടിയാണ് അദ്ദേഹം വിഗ്രഹം മോഷ്ടിക്കുന്നത്? മിനിസ്റ്ററെ പൂട്ടാൻ ചഞ്ചലയുടെ അടുത്ത് നിന്നും ഒന്നും കിട്ടില്ല എന്ന് മനസ്സിലാക്കിയ വൈഷ്ണവി നയം മാറ്റും. വൈഷ്ണവി പറഞ്ഞു, ഇത്രയും നാൾ നിങ്ങൾ ജയിലിൽ കടന്നിട്ടും നിങ്ങളെ സഹായിക്കാനായി ഈശ്വരപ്രസാദ് ഒന്നും ചെയ്തില്ല. എന്നാൽ ഈശ്വരപ്രസാദിനെതിരെയുള്ള ഒരു തെളിവ് ഞങ്ങൾക്ക് തന്നാൽ നിങ്ങളെ ഞങ്ങൾ ഒരു കുഴപ്പവും കൂടാതെ പുറത്തു കൊണ്ടുവരും. ഇത് കേട്ട ചഞ്ചല പറഞ്ഞു, കള്ളം പറഞ്ഞു പുറത്തു വരുന്നതിനേക്കാൾ നല്ലത് സത്യത്തിന് വേണ്ടി അകത്ത് കിടക്കുന്നതാണ്. വൈഷ്ണവി ദേഷ്യത്തോടെ അവിടെ നിന്നും ഇറങ്ങി സർവൈലൻസ് റൂമിലെത്തും. അവിടെ ഇരുന്ന് വിഷ്വൽസ് വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എക്സ്പേർട്സിനോട് ചോദിച്ചു, ചഞ്ചലയുടെ ബോഡി ലാംഗ്വേജിൽ നിന്നും മറ്റും അവർ പറയുന്നത് കള്ളമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? അതിൽ ഒരാൾ പറഞ്ഞു, പൊതുവെ കള്ളം പറയുമ്പോൾ ആരും കാഷ്വലായി ഇരിക്കാറില്ല. കള്ളം പറയുന്നവർ കൈകാലുകൾ ചലിപ്പിക്കും. അവരുടെ ശ്രദ്ധ അവർ പറയുന്ന വാക്കുകളിലായിരിക്കും. മാത്രമല്ല കണ്ണിൽ നോക്കി സംസാരിക്കില്ല. എന്നാൽ ചഞ്ചല വളരെ കാഷ്വലായിട്ട് കണ്ണിൽ നോക്കി സംസാരിക്കുന്നു. അതിനർത്ഥം അവർ പറയുന്നത് സത്യമാണ്. അതേസമയം മറ്റൊരിടത്ത് മിനിസ്റ്റർ ഈശ്വരപ്രസാദ് ക്ഷേത്ര ദർശനത്തിലാണ്. മിനിസ്റ്റർക്കൊപ്പം അയാളുടെ പിൻഗാമി അജയുമുണ്ട്. എന്നാൽ അജയ്ക്ക് ടെൻഷൻ കൂടി നിൽക്കുകയാണ്. ആ ക്ഷേത്രത്തിൽ നിന്നും കുറച്ചകലെയായി ആരൊക്കെയോ ചേർന്ന് പുരാതനമായ ക്ഷേത്രം കുത്തിത്തുറന്ന് അവിടുത്തെ വിഗ്രഹം ഒരു കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. മിനിസ്റ്റർ ദർശനം കഴിഞ്ഞ് ആ ക്ഷേത്രത്തിൽ നിന്നും ഇറങ്ങും. കാടിലൂടെയുള്ള യാത്രയിൽ റോഡിൽ നിന്നും കുറച്ചു മാറി നേരത്തെ വിഗ്രഹം കയറ്റിയ വാഹനം പാർക്ക് ചെയ്തിരിക്കുന്നു. മിനിസ്റ്റർ ഈശ്വരപ്രസാദിന്റെ വാഹനങ്ങൾ കടന്നുപോയപ്പോൾ വിഗ്രഹം കയറ്റിയിരുന്ന ആ കറുത്ത സ്കോർപിയോയും ആ വാഹനങ്ങൾക്കൊപ്പം പോകും. ചെക്ക് പോസ്റ്റിൽ മിനിസ്റ്റർക്കൊപ്പമുള്ള വാഹനമാണെന്ന് കരുതി ആ സ്കോർപിയോയെയും പരിശോധിക്കാതെ പോലീസുകാർ കടത്തിവിടും. ചെക്ക് പോസ്റ്റ് കടന്നുവരുന്ന ആ സ്കോർപിയോ നോക്കി ഈശ്വരപ്രസാദിന്റെ പിൻഗാമി അജയ് ചിരിക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ മിനിസ്റ്റർ ഈശ്വരപ്രസാദ് കാറിലിരുന്ന്
മയങ്ങുകയാണ്. അതേസമയം ഭാഗമതി കോട്ടയിൽ രാവിലെ മോതിരം ഉരുണ്ടുപോയ റൂമിൽ നിന്നും എന്തോ ശബ്ദം കേട്ട് ചഞ്ചല ആ റൂമിന്റെ വാതിലിലെ കട്ടളയിലെ കൈയുടെ ആകൃതിയിലുള്ള ലോഹത്തിൽ അമർത്തി വാതിൽ തുറക്കും. ആ റൂമിലെ ചിത്രപ്പണികളും മറ്റു കൊത്തുപണികളും ഒരു വലിയ ഇരിപ്പിടവുമെല്ലാം കണ്ട് നടക്കുമ്പോൾ സൈഡിൽ ഒരു ചിത്രം പേപ്പറുകൾ കൊണ്ട് മറച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. പെട്ടെന്ന് അന്തരീക്ഷമാകെ മാറി. ചഞ്ചല ആ പേപ്പറുകൾ മാറ്റി നോക്കി. തൂങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ ചിത്രമാണത്. ആ ചിത്രം കണ്ട് ഭയന്ന് ചഞ്ചല പിന്നിലേക്ക് വീണു. അവൾ വീണത് ഒരു പഴയ ഫിലിം പ്രൊജക്ടറിന്റെ മുകളിലേക്കായിരുന്നു. അവൾ ആ പ്രൊജക്ടറും ഫിലിമും എടുത്ത് റൂമിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ കോറിഡോറിലെ സകല ലൈറ്റുകളും തെളിയാൻ തുടങ്ങി. അല്പസമയത്തിനുള്ളിൽ തന്നെ ചഞ്ചലയുടെ നിലവിളി കോട്ടയ്ക്കുള്ളിൽ നിന്നും കേൾക്കും. പുറത്ത് കാവൽ നിന്നിരുന്ന പോലീസുകാർ ആ നിലവിളി കേട്ട് കോട്ടയുടെ വാതിലിന് മുന്നിലെത്തി. അവർ കോട്ടയ്ക്കുള്ളിലേക്ക് നോക്കുമെങ്കിലും ചഞ്ചലയെ കാണില്ല. ഉടൻ തന്നെ ലിംഗമൂർത്തി ACP സമ്പത്തിനെ വിളിച്ച് കാര്യം പറയും. സമ്പത്ത് പറഞ്ഞതനുസരിച്ച് ലിംഗമൂർത്തി സർവൈലൻസ് ടെന്റിലെത്തി ക്യാമറ വിഷ്വൽസ് പരിശോധിക്കും. ഒരു വിഷ്വൽസിലും ചഞ്ചലയുടെ പ്രസൻസ് ഇല്ല എന്ന് ലിംഗമൂർത്തി മറുപടി കൊടുക്കും. സമ്പത്ത് പറഞ്ഞു, ചഞ്ചലയുടെ ബെഡ്റൂമിൽ മാത്രമാണ് ക്യാമറ ഇല്ലാത്തത്. അതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ കോട്ടയ്ക്കുള്ളിൽ കയറി പരിശോധിക്കണം. ചഞ്ചലയെ കൂടാതെ മറ്റാരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്യണം. പോലീസുകാർ രണ്ടുപേരും കോട്ടയ്ക്കുള്ളിൽ കയറി പരിശോധിക്കും. എന്നാൽ ചഞ്ചലയെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ രണ്ട് പോലീസുകാരെ നിരീക്ഷിച്ചുകൊണ്ട് കോട്ടയ്ക്കുള്ളിൽ ആരോ കുറച്ചകലെ നടന്നു പോകുന്നുണ്ട്. പോലീസുകാർ അവിടെ മാകെ പരിശോധിച്ചുകൊണ്ട് നടക്കുമ്പോൾ ഒരു റൂമിൽ നിന്നും ആരോ സംസാരിക്കുന്നതിന്റെ ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ചെല്ലും. നേരത്തെ ചഞ്ചല എടുത്തുകൊണ്ടുപോയ പ്രൊജക്ടർ പ്ലേ ചെയ്തതിന്റെ ശബ്ദമായിരുന്നു അത്. പണ്ട് ഭാഗമതിയുടെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു വീഡിയോ ആയിരുന്നു അത്. പോലീസുകാർ ആ വീഡിയോ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ ചഞ്ചല കരഞ്ഞുകൊണ്ട് എവിടെ നിന്നോ സ്ക്രീനിന് മുന്നിലേക്ക് വരും. ഒരു അദൃശ്യമായ ശക്തി അവളെ പിടിച്ച് വലിക്കുകയും അടിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചഞ്ചലയെ അവിടെ നിന്ന് കാണാതാവുകയും ചെയ്യും. പോലീസുകാർ ചഞ്ചലയെ അന്വേഷിച്ച് അവിടെ മാകെ നടന്ന് തൂങ്ങി മരിച്ച ഒരു സ്ത്രീയുടെ ചിത്രം ഇരുന്ന റൂമിലേക്ക് എത്തും. പെട്ടെന്ന് ചുവന്ന പട്ടുസാരി ഉടുത്ത് വലിയ മൂക്കുത്തി അണിഞ്ഞ് ചഞ്ചല പ്രത്യക്ഷമായി. ചഞ്ചല ലിംഗമൂർത്തിയെ ദൂരേക്ക് വലിച്ചെറിയും. ആ വീഴ്ചയിൽ അയാൾക്ക് നല്ല പരിക്ക് പറ്റും. ചഞ്ചല ഭാഗമതിയെ പോലെ മറ്റു ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി. സുബ്രു ഇതെല്ലാം കണ്ട് പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. എന്നോട് ചെയ്തതിന് ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് അവൾ ഭാഗമതിയെ പോലെ ആ സിംഹാസനത്തിൽ കയറിയിരിക്കും. സുബ്രുവിന് മനസ്സിലായി ചഞ്ചലയുടെ ദേഹത്ത് ഭാഗമതി കയറിയതാണെന്ന്.